ഹലോ ഗൈസ്, നേരത്തെ ക്രേവിങ്സിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. അതൊക്കെ തിന്ന് വയറ് നിറച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത നൈറ്റ് റൊട്ടീൻ എൻ്റെ മാത്രമല്ല, പൂച്ചകളുടെ മീൻസ് മൈ 2 ക്യൂട്ട് കിറ്റൺസ്. ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുട്ടി എന്തേ ചോദിച്ചപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് തലമുറിച്ച് കാണിക്കുന്നു. അല്ലെങ്കിൽ ക്യാമറ കണ്ട ഓടി ഒളിക്കുന്ന ആളാണ്. ഇവളുടെ കുട്ടിയാണ് വന്നിട്ട് ക്യാമറയിൽ പട്ടി ഷോ കാട്ടാറ്. ഇന്നെന്തോ ക്യാമറയിൽ പട്ടി ഷോ ഒക്കെ കാട്ടാൻ എൻ്റെ കൂടെ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് പട്ടി ഷോ കൂടുതലാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. ഇനിയിപ്പം അവൾ മുകളിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും, ഇതിൻ്റെ ചെറുത്. അപ്പോൾ പിന്നെ ശല്യപ്പെടുത്തണ്ടല്ലോ ഉറങ്ങുന്നവരെ. അങ്ങനെ വീഡിയോ ഒക്കെ അവസാനിപ്പിച്ച് ഇവളെ കൊണ്ട് ബൈ പറയാനൊക്കെ നിന്നു ഗൈസ്. പക്ഷേ വീഡിയോ അവസാനിപ്പിക്കാനും പറ്റിയില്ല, ബൈ പറയാനും പറ്റിയില്ല. അവൾ ബൈ തന്നതുമില്ല കേട്ടോ. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഓഫാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ഈ കുർണീഷിൻ്റെ ചെറുത് വന്നത്. അതായത് വെള്ളക്കുട്ടപ്പൻ അവൻ വന്നത് ഗൈസ്. അങ്ങനെ പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഫോണിലെ ക്യാമറയിലായിരുന്നു എടുത്തത്. എന്നിട്ട് അത് യൂട്യൂബിലേക്ക് ഷെയർ ചെയ്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പെട്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒരാൾ ക്യാമറ ഉണ്ടെന്ന് തന്നെ ചെയ്യാതെ പഴയ സ്വഭാവം എടുത്ത് ഓടൽ തുടങ്ങി. ഒരാൾ ക്യാമറ അവിടെ നിന്ന് വെച്ചിട്ട് തളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. സ്നേഹം കൊണ്ടെന്നല്ല ഗൈസ്, വെറും പട്ടി ഷോ കാണിക്കാനാണ്. എവിടെ പോയാലും പിന്നാലെ ഓടി വരും. അങ്ങനെ അവരുടെ ഒരു നൈറ്റ് റൊട്ടീനും എൻ്റെ നൈറ്റ് റൊട്ടീനും കൂടി ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് അവരുടെയും എൻ്റെയും നൈറ്റിലെ ഗൈസ്. അപ്പോൾ ബൈ. അവരെ കൊണ്ടൊന്ന് ബൈ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. കമോൺ. അവർ ജന്മത്തിൽ ബൈ പറയാൻ തോന്നുന്നില്ല. ഞാൻ ബൈ പറയില്ലടോ പറഞ്ഞ പോലെയാണ് ഇരിക്കണം. ഒരാൾ അവിടെ കിടന്ന് മാന്തുന്നുണ്ട്, ഒരാൾ മൈൻഡ് പോലും ചെയ്യാതെയാണ് പോകുന്നത്. ഇപ്പം എന്തായാലും അവരുടെ ഒന്നും ബൈ കിട്ടത്തില്ല. ക്യാമറയിൽ പടർന്ന് അതുകൊണ്ട് ഞാൻ ബൈ പറയുന്നു. ബൈ അവർ പറയില്ല.